നമസ്കാരം. കണ്ണൂർ ADM ആയിരുന്ന നവീൻ ബാബുവിന്റെ മരണത്തിൽ ഹൈക്കോടതിയിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം ആവശ്യപ്പെട്ട അഭിഭാഷകനെ മാറ്റിയതായിട്ട് നവീൻ ബാബുവിന്റെ കുടുംബം പുറത്തു പറയുമ്പോൾ വരുന്നതൊക്കെയും ചതിയുടെ സൂചനകളാണ്. സത്യത്തിൽ മഞ്ജുഷ വഞ്ചിക്കപ്പെട്ടു എന്ന് തന്നെ പറയാം. CBI അന്വേഷണം വേണമെന്ന ആവശ്യം സിംഗിൾ ബെഞ്ച് തള്ളിയതിനെതിരായ അപ്പീലാണ് ഡിവിഷൻ ബെഞ്ച് പരിഗണിച്ചത്. വസ്തുതകൾ ശരിയായി വിശകലനം ചെയ്യാതെയാണ് സിംഗിൾ ബെഞ്ച് ഹർജി തള്ളിയതെന്നാണ് അപ്പീലിലെ വാദം. തുടർന്ന് ജസ്റ്റിസ് PB സുരേഷ് കുമാർ, ജസ്റ്റിസ് ജോബിൻ സെബാസ്റ്റ്യൻ എന്നിവരടങ്ങിയ ബെഞ്ച് അപ്പീൽ ഉത്തരവിനായി മാറ്റിയിരിക്കുകയാണ്. ഇതിനിടെയാണ് കുടുംബം അഭിഭാഷകനെ മാറ്റുന്നത്. ഈ സാഹചര്യത്തിൽ കുടുംബത്തിന്റെ അടുത്ത നിയമ നടപടി നീക്കം നിർണായകമാണ്. CBI അന്വേഷണം എന്നതിൽ ഉപരിയായിട്ട് ക്രൈംബ്രാഞ്ച് അന്വേഷണം താൻ ആവശ്യപ്പെട്ടിട്ടില്ലെന്ന് മഞ്ജുഷ വ്യക്തമാക്കിയതോടെയാണ് കേസിൽ നടന്ന ചതിയെക്കുറിച്ചുള്ള വിവരങ്ങളൊക്കെ പുറത്തു വരുന്നത്. മുതിർന്ന അഭിഭാഷകൻ S. ശ്രീകുമാറിനെയാണ് കേസ് ഏൽപ്പിച്ചിരുന്നത്. പക്ഷേ ഇതിലൊരു കാര്യം പുറത്തു വരേണ്ടത്, ആര് പറഞ്ഞിട്ടാണ് നവീൻ ബാബുവിന്റെ കുടുംബം അല്ലെങ്കിൽ മഞ്ജുഷ, അദ്ദേഹത്തിന്റെ ഭാര്യ മഞ്ജുഷ ഈ S. ശ്രീകുമാറിനെ ഈ കേസ് ഏൽപ്പിച്ചത് എന്നുള്ളത് കൂടി പുറത്തു വരേണ്ടതുണ്ട്. ആ കാര്യം കൂടി പുറത്തു വരുമ്പോഴേ ഈ ചതിയുടെ ഒരു ആകെത്തുക മനസ്സിലാവുകയുള്ളൂ. CBI അന്വേഷണം എന്ന ഒറ്റ ആവശ്യം മാത്രമാണ് മഞ്ജുഷ നൽകിയ ഹർജിയിൽ ഉണ്ടായിരുന്നത്. എന്നാൽ ഇവിടെയാണ് ഹർജിക്കാരിയുടെ താല്പര്യത്തിന് വിരുദ്ധമായിട്ട് ക്രൈംബ്രാഞ്ച് അന്വേഷണ ആവശ്യം അഭിഭാഷകർ ഉന്നയിച്ചത്. ഇത് കേസിലെ അട്ടിമറി ശ്രമത്തിന്റെ ഭാഗമാണ് എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. അതേസമയം നവീൻ ബാബുവിന്റെ കുടുംബത്തെ ചതിച്ചിട്ടുള്ള ഈ സീനിയർ അഭിഭാഷകൻ ശ്രീകുമാർ സർക്കാരിന് വേണ്ടി കൂറുമാറുന്നത് ഇത് ആദ്യമായിട്ടൊന്നുമല്ല. അട്ടപ്പാടി മധുവധ കേസും TP കേസും വാളയാർ കേസും അട്ടിമറിക്കാൻ ശ്രമിച്ചെന്ന ആരോപണം ഈ അഡ്വക്കേറ്റിനെതിരെയുണ്ട്. നവീൻ ബാബുവിനെ CBI അന്വേഷണത്തിന് വേണ്ടിയുള്ള കേസിൽ S. ശ്രീകുമാർ കുടുംബത്തിന്റെ ആഗ്രഹത്തിന് വിപരീതമായിട്ട് തന്നെ നിലപാട് എടുത്തതിന് സമാനമായി മധുവിന്റെ പ്രോസിക്യൂട്ടർ നിയമനത്തിലും ഉണ്ടായിട്ടുണ്ടെന്ന ആരോപണമാണ് ഇപ്പോൾ ഉയർന്നു വരുന്നത്. അട്ടപ്പാടിയിൽ ആൾക്കൂട്ട ആക്രമണത്തിനിരയായി കൊല്ലപ്പെട്ട ആദിവാസി യുവാവ് മധുവിന്റെ ബന്ധുക്കളും വിഷയത്തിൽ പരാതിയുമായി മുന്നോട്ടു പോകുകയാണ്. മധു കേസിൽ കുടുംബം വേണമെന്ന പ്രോസിക്യൂട്ടറിന് പകരം വേറെ വക്കീലിനെ നിയമിക്കാനാണ് S. ശ്രീകുമാർ കരുക്കൾ നീക്കിയത് എന്നതാണ് ആരോപണം. ഹൈക്കോടതി രജിസ്ട്രാർക്കും ബാർ കൗൺസിലിനും പരാതി കൊടുക്കാനാണ് മധുവിന്റെ കുടുംബം ഒരുങ്ങുന്നത്. TP ചന്ദ്രശേഖരൻ കേസിൽ KK രമയുടെ വക്കാലത്ത് എടുത്ത് കേസ് നടത്തിയ ശേഷം കേസ് നീട്ടിക്കൊണ്ടുപോയതും ഈ ശ്രീകുമാറാണ് എന്ന ആക്ഷേപവും നിലനിൽക്കുന്നു. കേസിലെ വക്കാലത്തൊഴിഞ്ഞാണ് KK രമയും ഈ കേസിൽ നിന്ന് രക്ഷപ്പെട്ടു പോയത്. അട്ടപ്പാടി ആദിവാസി കേസിലും വാളയാർ കേസിലും സമാന അട്ടിമറി ഈ മുതിർന്ന അഭിഭാഷകനിൽ നിന്നും ഉണ്ടായെന്ന ആക്ഷേപവും നിലനിൽക്കുകയാണ്. സ്വന്തം കക്ഷികളുടെ താല്പര്യത്തിന് പകരം എതിർ കക്ഷികളുടെ താല്പര്യം സംരക്ഷിക്കുന്ന നിലപാടുകാരാണ് ഈ അഭിഭാഷകൻ എന്ന ആക്ഷേപവും മുൻ അനുഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ പലരും പറയുന്നുണ്ട്. നവീൻ ബാബു കേസിൽ ഇപ്പോൾ സംഭവിച്ചത് ഇങ്ങനെ തന്നെയാണ്. ക്രൈംബ്രാഞ്ച് അന്വേഷണം വേണമെന്ന ആവശ്യം ഉന്നയിച്ചതോടുകൂടി CBI അന്വേഷണ ആവശ്യത്തിന്റെ ശക്തി കുറയാൻ അത് ഇടയാക്കും. അഡ്വക്കേറ്റ് ശ്രീകുമാറിന്റെ തീരുമാനത്തിൽ കടുത്ത അതൃപ്തിയിൽ തന്നെയാണ് കുടുംബം എന്നാണ് മനസ്സിലാക്കേണ്ടത്. വിഷയത്തിൽ ഹൈക്കോടതി മുമ്പാകെ ക്രൈംബ്രാഞ്ച് അന്വേഷണം ആവശ്യമില്ലെന്ന് തിരുത്തി പറയണമെന്ന ആവശ്യം ഈ സീനിയർ അഭിഭാഷകൻ നിരാകരിക്കുകയും ചെയ്തു. അതായത് കുടുംബത്തിന്റെ അഭിപ്രായത്തിന് വിരുദ്ധമായിട്ട് ഇത് പറയുകയും അത് മാറ്റിപ്പറയണമെന്ന കുടുംബം ആവശ്യപ്പെട്ടപ്പോൾ അത് പറ്റില്ല എന്ന് പറയുകയും ചെയ്തിരിക്കുന്നു. ക്രൈംബ്രാഞ്ച് അന്വേഷണം എന്ന ആവശ്യം കുടുംബത്തിന്റെ താല്പര്യത്തിന് വിരുദ്ധമാണ്. തങ്ങൾ ആവശ്യപ്പെട്ടത് CBI അന്വേഷണം മാത്രമാണെന്നും കുടുംബം അറിയിക്കുന്നുണ്ട്. പ്രത്യേക അന്വേഷണ സംഘത്തിൽ അതായത് SITയിൽ വിശ്വാസമില്ല എന്നും നിഷ്പക്ഷമായ അന്വേഷണമാണ് ആവശ്യമെന്നും വ്യക്തമാക്കിയാണ് അപ്പീൽ നൽകിയത്. രാഷ്ട്രീയ സ്വാധീനമുള്ള പ്രതിയെ സംരക്ഷിക്കാനാണ് നിലവിലെ അന്വേഷണം നടത്തുന്നത് എന്നതാണ് നവീന്റെ കുടുംബത്തിന്റെ ആരോപണം. 2024 ഒക്ടോബർ 15-നാണ് നവീൻ ബാബു മരിച്ചത്. CBI അന്വേഷണം ഇല്ലെങ്കിൽ ഉന്നത ഉദ്യോഗസ്ഥന്റെ മേൽനോട്ടത്തിലുള്ള ക്രൈംബ്രാഞ്ച് അന്വേഷണം വേണമെന്നായിരുന്നു നവീൻ ബാബുവിന്റെ ഭാര്യ മഞ്ജുഷയ്ക്ക് വേണ്ടി ഹാജരായ അഭിഭാഷകൻ S. ശ്രീകുമാർ ഡിവിഷൻ ബെഞ്ചിൽ വാദിച്ചത്. ക്രൈംബ്രാഞ്ച് അന്വേഷണം എന്ന ആവശ്യത്തെ സർക്കാരും എതിർത്തിട്ടില്ല. പ്രത്യേക അന്വേഷണ സംഘം നടത്തുന്ന അന്വേഷണത്തിൽ വിശ്വാസമില്ലെന്നും അതുകൊണ്ട് CBIയോ അതല്ലെങ്കിൽ ക്രൈംബ്രാഞ്ചോ അന്വേഷണം നടത്തണം, പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ കൈ ബന്ധിച്ചിരിക്കുകയാണെന്നും സീനിയർ അഭിഭാഷകനായിട്ടുള്ള ഇദ്ദേഹം വാദിക്കുകയും ചെയ്തു. ഇതിന് പിന്നാലെയാണ് മഞ്ജുഷ നിലപാട് വിശദീകരിച്ചെത്തിയത്. ഇതോടെ ഹൈക്കോടതിയിലെ വാദമടക്കം ദുരൂഹമായി മാറുകയാണ്.
കേസിൽ വാദം പൂർത്തിയായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇനിയുള്ള നടപടി നിർണായകമാണ്. നരഹത്യാ സാധ്യത മുൻനിർത്തി പോലീസ് ഫലപ്രദമായ അന്വേഷണം നടത്തുന്നില്ലെന്നും പ്രതി ചേർക്കപ്പെട്ട PP ദിവ്യയ്ക്ക് ഉന്നത സ്വാധീനമുണ്ടെന്നും ചൂണ്ടിക്കാട്ടി CBI അന്വേഷണം ആവശ്യപ്പെട്ടായിരുന്നു ഹർജി. എന്നാൽ അന്വേഷണം ശരിയായ ദിശയിലാണെന്ന് പറഞ്ഞ സിംഗിൾ ബെഞ്ച് ആവശ്യം അംഗീകരിച്ചില്ല. തുടർന്നാണ് വസ്തുതകൾ ശരിയായി വിശകലനം ചെയ്യാതെയാണ് സിംഗിൾ ബെഞ്ച് ഹർജി തള്ളിയതെന്ന് ചൂണ്ടിക്കാട്ടി അപ്പീൽ നൽകിയത്. നവീൻ ബാബുവിനെ കൊന്ന് കെട്ടിത്തൂക്കിയതാകാമെന്ന സംശയമാണ് ഭാര്യ K മഞ്ജുഷയ്ക്കുള്ളത്. ഒക്ടോബർ 15 രാവിലെ 8 കളക്ടറേറ്റ് ഉദ്യോഗസ്ഥനാണ് നവീൻ ബാബു മരിച്ചതായി അറിയിക്കുന്നത്. എന്നാൽ വീട്ടുകാർ എത്തും മുമ്പേ പോലീസ് തിടുക്കപ്പെട്ട് ഇൻക്വസ്റ്റ് തയ്യാറാക്കിയത് സംശയകരമാണ്. ഇൻക്വസ്റ്റിന് ഉച്ചബന്ധുക്കളുടെ സാന്നിധ്യം ഉറപ്പാക്കണമെന്ന നിയമം ലംഘിക്കപ്പെടുകയും ചെയ്തു. നവീൻ ബാബുവിനെ കൊന്ന് കെട്ടിത്തൂക്കിയതാകാമെന്ന സംശയം ബലപ്പെടുത്തുന്നതാണ് ഈ സംഭവങ്ങൾ അത്രയും. നന്ദി.